ഹേ ഗൈസ്, ഇന്നൊരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ അവളോട് പറഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോവാമെന്ന് വെച്ചു. ഞങ്ങളുടെ നൈഹയ്ക്കാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയാണേ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകണം, നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകണമെങ്കിൽ കുറച്ച് പോകണം. അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് ഇറങ്ങി. ഇവിടുന്ന് ഇനി സ്റ്റോപ്പ് വരെ ചെല്ലണം. അവിടുന്ന് ബസ്സിൽ നേരെ കൊട്ടാരക്കര, വേറെ ബസ്സൊന്നും കയറിയൊന്നും വേണ്ട. അങ്ങനെ അവിടെ ചെന്നിട്ടും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ബസ് പോയി. പിന്നെ അടുത്ത ബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വലിയ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ബസ്സിൽ വെച്ചല്ലെങ്കിൽ തന്നെ അധികം എന്ത് വീഡിയോ എടുക്കാനാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ചെന്നു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങോട്ടാണ് പോയെന്ന്. നമ്മൾ പറങ്ങാവീട്ടിൽ ജുവലേഴ്സിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ സ്ഥിരമായി ഗോൾഡ് എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്വർണ്ണമാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് അവിടെ തന്നെയാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ കസ്റ്റമർ കെയർ ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ലോണമാണ് നമ്മളോട് പെരുമാറുന്നതും ഒക്കെ നല്ലതാണ്. അങ്ങനെ പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ അവിടെ പോകുന്നത് കൊണ്ട് അവിടെ തന്നെ പോയി. അപ്പോൾ അവൾക്കൊരു കുഞ്ഞു കമ്മൽ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഓൾറെഡി അവളുടെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു. അത് കുറച്ച് എന്താ ഞണുങ്ങി പോലായി, കുറച്ച് ഞണുങ്ങിയ പോലായി. അപ്പം അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഇച്ചിരി വലിപ്പം കൂടെ ഉള്ള ഒരു കമ്മലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് കമ്മലൊക്കെ വാങ്ങി. പിന്നെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു. ഞങ്ങൾ 3 പേരെ പോയുള്ളൂ. 3 പേരും കൂടി ചിക്കൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടെക്സ്റ്റൈൽസിൽ കയറി 2 ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടോപ്പൊക്കെ വലിച്ചു വാരി ഇട്ടു. വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ സത്യം പറഞ്ഞ്. പിന്നെ കുറേയൊക്കെ വാരിയിട്ടു. എന്നിട്ട് കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ 2 എടുത്തു. പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റാൻഡ്. അപ്പം തന്നെ ബസ് കിട്ടി, തിരിച്ചു പോരുന്നു. പിന്നെ വേറെ ക്ലിപ്പൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും കയറിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.